നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഇക്കണോമിക്സിൻ്റെ മോഡൽ പരീക്ഷയ്ക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ മോഡൽ പേപ്പർ നിർബന്ധമായിട്ടും പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ആരോ ചോദിക്കേണ്ടായി, മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് ഉണ്ടാവുമോ അതോ പബ്ലിക് എക്സാമിന് വേറെ ചോദ്യങ്ങളാണോ ഉണ്ടാവുക എന്ന്. എന്തായാലും മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതേപോലെ തന്നെ ചോദിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഒരു 3/4 ഭാഗം ചോദ്യങ്ങളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ആയിരിക്കും പബ്ലിക്കിന് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. മോഡൽ പരീക്ഷ എന്ന് പറയുന്നത് തന്നെ പബ്ലിക് എക്സാം എങ്ങനെ ആയിരിക്കുമെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ കൂടി ആണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം. ഇക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ഇയർ ഇക്കണോമിക്സിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇത് നമ്മുടെ റെഗുലറായിട്ട് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ഓപ്പൺ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും പ്രൈവറ്റായി പഠിക്കുന്നവർക്കും ഇനി ഇമ്പ്രൂവ്മെൻറ്റ് +1 എഴുതാൻ പോകുന്ന കുട്ടികൾക്കും തുല്യതാ പഠിതാക്കൾക്കും 100% ഉപകരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇത് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ്. ഒരു സ്കോറാണ്. ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 10 ഈച്ച് ക്യാരീസ് 1 സ്കോർ എന്നാണ്. ഓക്കെ, അതിലൊന്നാമത്തെ ചോദ്യം ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണെന്നാണ്. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി, അവിടെ ഓപ്ഷൻ ഉണ്ട്: ബ്രെഡ്ലാൻഡ് കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, കാർവേ കമ്മിറ്റി, രംഗരാജൻ കമ്മിറ്റി. ഓക്കെ, ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു സ്റ്റഡി സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഓപ്ഷൻ സി ആണ്, കാർവേ കമ്മിറ്റി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കാർവേ കമ്മിറ്റിയാണ്. അവിടെ ബിയും ഡിയും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അത് ഇതിലേക്ക് വരുന്നില്ല. പിന്നെ നേരിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അതായത് ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി 1955 ആണ് കാർവേ കമ്മിറ്റി നിയോഗിക്കപ്പെടുന്നത്. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ആദ്യത്തെ കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. വില്യം കാർവേ എന്നാണ് ആ കമ്മിറ്റി തലവൻ്റെ പേര്. അതുകൊണ്ടാണ് അതിന് കാർവേ എന്ന് പേര്, ആ കമ്മിറ്റിക്ക് കാർവേ എന്ന് പേര് വരാൻ കാരണം. ഈ കമ്മിറ്റി രാജ്യത്തിലെ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്തു. മാത്രമല്ല അത് ഗ്രാമങ്ങളെ വികസിപ്പിക്കുന്നതിനും സഹായിക്കും എന്നാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ കമ്മിറ്റി നമുക്ക് ശുപാർശ ചെയ്തത്, ഗവൺമെൻറ്റിലേക്ക് ശുപാർശ ചെയ്തത്. അതാണ് ഒരു ആൻസർ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയറായി എന്ന് കരുതുന്നു. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗം തൊഴിലില്ലായ്മയാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗം തൊഴിലില്ലായ്മയാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്നത്? പ്രത്യക്ഷ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ, ഘടനാപരമായ തൊഴിലില്ലായ്മ, ഇവയൊന്നുമല്ല. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ? ഇന്ത്യൻ അഗ്രികൾച്ചറിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ ഏത് എന്നാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ആൻസർ വരുന്നത് ബി ആണ്. ഓപ്ഷൻ ബി, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് അഥവാ പ്രച്ഛന്ന തൊഴിലില്ലായ്മ. കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആവശ്യത്തിലധികം ആളുകൾ അല്ലെങ്കിൽ ആവശ്യത്തിലേക്ക് ഇപ്പോൾ നമുക്ക് എത്ര ആൾ വേണോ അതിനേക്കാൾ കൂടുതൽ ആളുകൾ തൊഴിലെടുക്കാൻ വരുമ്പോൾ, ഒരു കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുമ്പോൾ ആ അധികം അനുഭവപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അധികമുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്ന തൊഴിലില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് ഏത്? പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഓക്കെ, അധികമുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്ന തൊഴിലില്ലായ്മ, അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, യെസ്. ദെൻ മറ്റൊന്ന്, ഇത് ഈ ചാപ്റ്റർ കൂടെ ഒന്ന് പറയട്ടെ. ഈ ചാപ്റ്റർ നമുക്ക് എക്കണോമിക്സിൻ്റെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഈ ഒരു ചോദ്യം എക്കണോമിക്സിൻ്റെ 6ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. ഗ്രാമീണ വികസനം എന്ന് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അത് അടുത്തത് 3ാമത്തെ ചോദ്യം, ഉപഭോക്തൃ വിലസൂചകത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഉപഭോക്തൃ വിലസൂചകത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉപഭോക്തൃ വിലസൂചകം എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ? ജീവിത ചെലവ് സൂചകാംഗം, മൊത്തം വില സൂചിക, ചില്ലറ വിൽപ്പന സൂചിക, ഉപഭോക്തൃ ഉൽപാദന സൂചിക. അപ്പോൾ വാട്ട് ഈസ് ദ അനദർ നെയിം ഫോർ
കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. വാട്ട് ഈസ് ദ അനദർ നെയിം ഫോർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? ഓപ്ഷൻ വരുന്നത് സി ആണ്, റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്, ചില്ലറ വിൽപ്പന വിലസൂചിക എന്നാണ് അതിൻ്റെ ആൻസർ. ഇത് നമ്മൾ വരുന്നത് എവിടെയാണ്? ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ചാപ്റ്ററിലാണ്. CPI എന്തായാലും പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് കാൽക്കുലേഷനാണ് പ്രതീക്ഷിച്ചിരുന്നത് അല്ലേ? സിഗ്മ WR ഡിവൈഡഡ് ബൈ സിഗ്മ W എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് ഉള്ളൊരു കാൽക്കുലേഷൻ ആയിരുന്നു. പക്ഷേ നമുക്കിവിടെ വന്നത് വൺ വേർഡാണ്. പക്ഷെ പബ്ലിക്കിന് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. നാലാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന തത്വങ്ങളിൽ നിന്നും ബഹുലക മൂല്യം കാണുക എന്നുള്ളതാണ്. ഫൈൻഡ് ദ മോഡ് ഫ്രം ദ ഗിവൺ ഡാറ്റ. ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, എക്സ് എന്ന് പറഞ്ഞ പേരിൽ 12, 7, 15, 9, 4. ഇതിൽ നിന്ന് ബഹുലകം അതായത് മോഡ് കാണാനാണ്. ഏറ്റവും വലിയ നമ്പറാണ് മോഡ് എന്ന് പറയുന്നത് 15 ആണ്. ഇതിൽ ഏറ്റവും വലിയ നമ്പർ 15 ആണ്. ഓക്കെ, ആൻസർ വരുന്നത് ഡി ആണ്. അഞ്ചാമത്തെ ചോദ്യം, ജയിൽ ജീവിത ചെലവ് അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കിയത് ആരാണ്? ജയിൽ ജീവിത ചെലവ് അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കിയത് ആരാണ്? ഹൂ എസ്റ്റിമേറ്റഡ് പോവർട്ടി ലൈൻ ഓൺ ദ ബേസിസ് ഓഫ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ ഇന്ത്യ? ഹൂ എസ്റ്റിമേറ്റഡ് പോവർട്ടി ലൈൻ ഓൺ ദ ബേസിസ് ഓഫ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ ഇന്ത്യ? ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും നമ്മുടെ ഇതിൽ വരുന്ന ആളുടെ പേരിൽ ഒരു ചോദ്യം ഉറപ്പാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ വരുന്നത് VKRV റാവു, ദാദാഭായ് നവറോജി, അമർത്യ സെൻ, സുരേഷ് ടെണ്ടുൽക്കർ. ഓക്കെ, അപ്പോൾ ആരാണ്? ആൻസർ വരുന്നത് ബി ആണ്, ദാദാഭായ് നവറോജി. ഓക്കെ, 5ന്റെ ആൻസർ ദാദാഭായ് നവറോജി. ആറാമത്തെ ചോദ്യം, ആയതാരേഖത്തിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ആയതാരേഖം എന്ന് പറഞ്ഞാൽ മലയാളം വായിച്ചാൽ ചിലപ്പം ഐഡിയ കിട്ടണമെന്നില്ല. മലയാളത്തിൽ പഠിക്കുന്നവർക്കും ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ് അത് ഉപയോഗിക്കാറുള്ളത്. ഹിസ്റ്റോഗ്രാം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ഓക്കെ, ഹിസ്റ്റോഗ്രാം ക്യാൻ ഹെൽപ്പ് ഫ്രം ഫൈൻഡിങ്. ഹിസ്റ്റോഗ്രാം വരച്ച് നമ്മൾ എന്താണ് കാണുന്നത്? ഹിസ്റ്റോഗ്രാം വരച്ച് എന്ത് കാണണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി അത്. ഓക്കെ, ഹിസ്റ്റോഗ്രാം വരച്ച് മോഡ് കാണുക എന്നാണ് അല്ലേ? മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുലകം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, മോഡ്, ബഹുലകം. ഓക്കെ, അടുത്തത് ഏഴാമത്തെ ചോദ്യം, WTO സ്ഥാപിതമായ വർഷം. വളരെ സിമ്പിളായുള്ള ചോദ്യമാണ്, എന്നാൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. WTO സ്ഥാപിതമായ വർഷം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ 1990, ഓപ്ഷൻ ബി 1996, ഓപ്ഷൻ സി 94, ഓപ്ഷൻ ഡി 95. ഏതാണ് ഓപ്ഷൻ? ആൻസർ വരുന്നത് WTO ഫൗണ്ടഡ് ഇൻ ദ ഇയർ 1995. 1995 എന്ത് വരുന്നത്? WTO നിലവിൽ വരുന്നത് 1995 WTO നിലവിൽ വരുന്നത്. ഗാട്ടിൻ്റെ പകരമായിട്ടാണ് വരുന്നത്. GATT, ജനറൽ അഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു വ്യാപാര സംഘടനയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിന് പകരമായിട്ടാണ് എന്ത് വന്നത്? WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഗാട്ട് നിലവിൽ വന്നത് 1948 1948 ഗാട്ട് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ്, ഓപ്ഷൻ 1995. കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. എട്ടാമത്തെ ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക എന്നാണ്. കൂട്ടത്തിൽപ്പെടാത്തത് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ ഓപ്ഷൻ CSO, B NSSO, C ICMR, D RGI. ഓക്കെ, ഇതെന്താണ്? ഇത് ദേശീയ തലത്തിൽ, ഇന്ത്യയിൽ ദേശീയ തലത്തിൽ സെൻസസ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു സംഘടനകളുടെ പേരാണ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. മറ്റത് പിന്നെ ICMR എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? രാജ്യത്തിലെ നമ്മുടെ എന്താ പറയുക, ആരോഗ്യ മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് ICMR എന്ന് പറയുന്നത്. RG എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്ട്രേർഡ് ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൽ 8ന്റെ ആൻസർ വരുന്നത് ICMR ആണ്, ഓപ്ഷൻ സി ആണ് ICMR എന്നുള്ളത്. 9ാമത്തെ ചോദ്യം, നബാർഡ് സ്ഥാപിതമായത് എന്നാണ്. നബാർഡ് സ്ഥാപിതമായത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 1980, 1982, 1992, 1990. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നബാർഡ് സെറ്റപ്പ് ഇൻ എന്ന് പറഞ്ഞിട്ട് 1982, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1982 1982 നബാർഡ് സ്ഥാപിതമായിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. അതൊക്കെ നമ്മൾ സ്ഥിരം ഇമ്പോർട്ടൻ്റ് പറഞ്ഞ ചോദ്യമാണ്. നബാർഡ് 1982 സ്ഥാപിതമായി, വർഷം ചോദിക്കും എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം, രണ്ട് ചരങ്ങൾ തമ്മിലുള്ള സഹബന്ധത്തിൻ്റെ ചിത്രാവതരണമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. രണ്ട് ചരങ്ങൾ തമ്മിലുള്ള സഹബന്ധത്തിൻ്റെ ചിത്രാവതരണം. ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചു നോക്കണം.
ദ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആണ്. ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്, രണ്ട് വേരിയബിൾസ്, രണ്ട് ചരങ്ങൾ തമ്മിലുള്ള സഹബന്ധം അളക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാന്ന് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻ സ്കാറ്റർ ഡയഗ്രം, ആവൃത്തി വക്രം, ആയതാരേഖം, ആവൃത്തി ബഹുഭുജം. ഇവിടെ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ എ ആണ്. ഓപ്ഷൻ എ ആണ്. സ്കാറ്റർ ഡയഗ്രം ആണ് 10ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സ്കാറ്റർ ഡയഗ്രം. ഓക്കെ, 10ന്റെ ആൻസർ എ ഓപ്ഷനാണ്, സ്കാറ്റർ ഡയഗ്രം. മറ്റുള്ളവയെല്ലാം നമ്മുടെ എന്തുമായി 4ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. ആവൃത്തി വക്രം, ആയതാരേഖം, ആവൃത്തി ബഹുഭുജം, ഇതൊക്കെ നമ്മളുടെ ഏതിൽ വരുന്നതാണ്? 4ാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വൺ വേർഡ് ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് 10ൽ 10 കിട്ടും എന്ന് ഉറപ്പാണ്. 8 എഴുതിയാൽ മതി, 10 എഴുതേണ്ട ആവശ്യമില്ല, വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി അത് അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റിച്ചവരുണ്ടെങ്കിൽ അത് തെറ്റ് തിരുത്താൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായിക്കും. തീർച്ചയായും വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നമ്മൾ പുതിയ വീഡിയോയിൽ വരുന്നതാണ്. അതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.